എടാ കൊച്ചുമോനെ, ഇനി നിന്നെ കൊണ്ട് ഇതിന് കഴിയില്ല. എവിടെ കൊച്ചുമോൻ? എനിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ. എടാ ഹണി, അതൊക്കെ വിട്ടേക്ക്. ആദ്യം ഐസ്ക്രീം കഴിക്കലൊക്കെ നോക്ക്. സംശയമുണ്ടോ? ലൈനിൽ കൈവച്ചാൽ അടിക്കും കറണ്ട്. ബണ്ണി, നിന്റെ കളി എന്തായാലും നല്ല രസമുണ്ട്. അടി കൈ. ഖന്നാ സാറേ, ഞങ്ങൾ അങ്ങനെ കൈയടിച്ചോണ്ടിരുന്ന എങ്ങനെ ഈ ഐസ്ക്രീം പിടിക്കാൻ പറ്റുക? ഖന്നാ സാറേ, നിങ്ങൾ ഞങ്ങളുടെ ടീമിലേക്ക് വന്നേക്ക്. നമുക്ക് ഒരുമിച്ച് ഈ ഐസ്ക്രീം കൈക്കലാക്കാം. അതെ ഖന്നാ സാർ, ബണ്ണി ഞങ്ങളെ എങ്ങനെയൊക്കെ പറ്റിക്കുന്നു കണ്ടായിരുന്നോ? വെറുതെ ഓരോന്ന് പറയേണ്ട സോർദാറെ. ബണി നമ്മളെ പറ്റിക്കുകയല്ല, ഐസ്ക്രീം തരാതിരിക്കുന്നല്ലേ ഉള്ളൂ. ഇന്നലെ ഞാൻ കടയിൽ പോയിരുന്നു പുതിയ മാസ്ക് വാങ്ങിക്കാൻ. ഞാൻ ഇത് എത്തിക്കഴിഞ്ഞു ഐസ്ക്രീം പിടിക്കാൻ. അടി കൈ. എടാ, സ്കൂട്ടർ കേടായെന്ന് തോന്നുന്നു. ഇനി എന്തായാലും ഉടൻ തന്നെ കിക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്റെ അമ്മേ. അളിയ, എന്താ നീ കാണിച്ചേ? എന്റെ കൊച്ചളിയാ, എന്നോടിപ്പൊ നീയല്ലേ പറഞ്ഞത് കിക്ക് ചെയ്യാനായിട്ട്? എന്നല്ലടാ കഴുതേ, കൂട്ടറിനെയാ. കൂട്ടുകാരെ, നിങ്ങൾ കിക്ക് ചെയ്യോ, ഞാൻ സ്കൂട്ടർ സ്റ്റാർട്ട് ആക്കാം. ബ്രേക്ക് പിടിക്ക്. എടാ, യുവമാര് പകല് തന്നെ നക്ഷത്രം കണ്ടു. സംശയമുണ്ടോ? നക്ഷത്രം? എവിടെ നക്ഷത്രം? എടാ, ഇത് നമ്മുടെ പ്രശസ്തയായ നടി ദീപാലിക്കാണല്ലോ. അടിച്ചു പൊളിച്ചു തിമിർത്തു. നമ്മുടെ ഐഡിയ എന്തായാലും വർക്കൗട്ട് ആവുന്നുണ്ട്. സംശയമുണ്ടോ? ചേട്ടാ, വേഗം ഒരു നിശ്ചയ ഐസ്ക്രീം തന്നെ. ദീപാലിക്കാജി, ഒന്ന് ഓട്ടോഗ്രാഫ് തരോ? ഹണിയോ? പക്ഷെ നിങ്ങള് ദീപാലിക്കയല്ലേ? അയ്യോ, ദീപാലികജി വാ പോകാം. ഞാൻ ദേ എത്തിപ്പോയി കൊച്ചളിയാ. ഇത് വെച്ചോ, ഞാൻ പോട്ടെ. എടാ കഴുതേ, നീ എന്താ ഈ കാണിച്ചേ? അത് ശരി, അപ്പൊ ഡ്യൂപ്ലിക്കേറ്റ് ദീപാലിക്കയല്ലേ? വിട്ടോടാ ഹണി, വേഗം വിട്ടോ. എന്നെ പറ്റിക്കുന്നോ? നിങ്ങളെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. നിന്റെയൊക്കെ പണി ഞാൻ തീർക്കും. കൂട്ടുകാരെ, ഓടിക്കോ. എടാ കലി, ഞങ്ങളടുത്ത് കളി വേണ്ട. കളി എങ്ങനെയാണെന്ന് ഞങ്ങൾ പഠിപ്പിക്കും. എന്നാലും നിങ്ങളെ വെറുതെ വിടാൻ പോകുന്നില്ല. ഇനി നീ വായും തുറക്കാൻ പാടില്ല. കലി, നിനക്കിത് മതിയെന്നാ തോന്നുന്നത്. ഇനി നിന്നോട് കളിച്ചോണ്ട് നിൽക്കാൻ ഞങ്ങൾക്ക് സമയമില്ല. ഞങ്ങൾക്ക് മേഡത്തിന് ഐസ്ക്രീം കൊണ്ട് കൊടുക്കണം. ശരിയടാ പോകട്ടെ, നീ വേഗം വാ, നമുക്ക് പോയി ഐസ്ക്രീം വാങ്ങാം. സണ്ണി, ഈ ഐസ്ക്രീം മേഡത്തിനുള്ളതാണ്, വേഗം തന്നേക്ക്. തരണമെന്നോ? ഞാൻ പൊക്കിയിടാം, നീ വേണമെങ്കിൽ പിടിച്ചോ. അത്ര പെട്ടെന്നൊന്നും എന്റെ കയ്യിൽ നിന്ന് നിനക്കിത് വാങ്ങാൻ കഴിയില്ല. എന്തെങ്കിലും ചെയ്ത് സണ്ണിയുടെ കയ്യിൽ നിന്ന് ഐസ്ക്രീം വാങ്ങണം. വാ. സണ്ണി, വേഗം ഐസ്ക്രീം തിരിച്ചെത്താ. ഞാൻ തരില്ല. നിന്നെ കൊണ്ടാവുന്നത് ചെയ്യ്.
പോപ്പട്ടെ, നിനക്ക് പറക്കാൻ കഴിയുമല്ലോ. പിന്നെ എന്തിനാ ഇവിടെ ഇങ്ങനെ കുത്തിയിരിക്കുന്നത്? ആ കാര്യം ഞാൻ മൊത്തത്തിൽ മറന്നുപോയി. പോപ്പട്ടെ. ഹണി, ബൈക്ക് നീ ഓടിക്ക്. ഐസ്ക്രീം കിട്ടിപ്പോയി. അടിച്ചു പൊളിച്ചു തിമിർത്തു. എന്തൊരു ക്യാച്ച്! നല്ല രസമുണ്ട്. ഈ സ്വിമ്മിംഗ് പൂൾ കിട്ടിയത് എന്തായാലും നന്നായി. അല്ലെങ്കിൽ ചൂടെടുത്ത് എന്റെ പണി തീർന്നേന്നെ. സണ്ണി, നീ ചൂടാവാൻ അടയിരിക്കുന്ന മുട്ടയൊന്നുമല്ലല്ലോ. അടേ മിണ്ടാതിരുന്നോ, അല്ലെങ്കിൽ തന്നെ ഇടിച്ചേ കോഴിയെ പോലെ ആക്കും. എടാ സണ്ണി, നിന്റെ വീട്ടിലുള്ള സ്വിമ്മിംഗ് പൂൾ ഒന്നും അല്ല, ഇവിടെ വന്നേ ഇങ്ങനെ നീന്തി കുളിക്കാൻ. എടാ കഴുതേ, സ്വിമ്മിംഗ് പൂൾ എവിടെയായിരുന്നാലും സ്വിമ്മിംഗ് പൂൾ തന്നെയാ. അത് നിന്റെ വീട്ടിലായിരുന്നാലും ശരി, എന്റെ വീട്ടിലായിരുന്നാലും ശരി. മനസ്സിലായോ? എടാ സണ്ണി, ഇതൊട്ടും ശരിയാവില്ല. കഴുത ഞാനാണ്. നീ വെറുതെ ബണ്ണിയെ കഴുതെന്ന് വിളിച്ച് കളിയാക്കണ്ട. നിങ്ങൾ എല്ലാരും കഴുതകൾ തന്നെയാ. എന്താ പോപ്പട്ടെ, ഇതിൽ എന്തെങ്കിലും സംശയമുണ്ടോ? ഇവന്റെ നാക്കിന് ഇന്നിത്ര നീളം കൂടുതലാ. ഇവന്റെ വാ അടപ്പിക്കേണ്ടി വരുമെന്നാ തോന്നുന്നത്. സംശയമുണ്ടോ? നീ പറഞ്ഞ സത്യമാണ് പോപ്പട്ടെ. അറ്റാക്ക്! ഇന്നാ പിടിച്ചോ. ഇനി മേലിൽ നീ ഞങ്ങളുടെ സ്വിമ്മിംഗ് പൂളിലേക്ക് ഒരിക്കലും ചാടില്ല. സംശയട്ടോ? ഇല്ല ഇല്ല, ഒരു സംശയവും ഇല്ല. എല്ലാത്തിനും കാരണം ഈ സണ്ണിയുടെ കയ്യിലിരിപ്പ് മാത്രമാണ്. നമ്മൾ മേഡത്തിനോട് സത്യം ചെയ്തു പോയി. ഇല്ലെങ്കിൽ സണ്ണൻ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങുമായിരുന്നു. അയ്യോ, എന്നെ രക്ഷിക്കണേ, ആരെങ്കിലും എന്നെ രക്ഷിക്കണേ, ഓടി വരണേ. അയ്യോ അയ്യോ അയ്യോ, ഓടി വരണേ. അയ്യോ, ഓടി വരണേ, എന്നെ രക്ഷിക്കണേ, ആരെങ്കിലും എന്നെ കൂട്ടുകാരെ, രക്ഷിക്കണേ. വലിയച്ഛൻ അയ്യോ, അപകടത്തിലാണെന്ന് ഓടി വായോ. തോന്നുന്നു. എത്രയും പെട്ടെന്ന് നമുക്ക് രക്ഷിക്കണം. നീ പറഞ്ഞത് ശരിയാണ് ബണ്ണി. പക്ഷെ ഇത്രയും വലിയ ഉറുമ്പിനെ നമ്മൾ എങ്ങനെയാണ് നിർത്താൻ കഴിയുക? ആ ഐഡിയ! കൂട്ടുകാരെ, ചെയിൻ ഉണ്ടാക്കൂ. അയ്യോ, എന്നെ രക്ഷിക്കണേ, ഓടി വായോ, ആരെങ്കിലും എന്നെ രക്ഷിക്കണേ. അയ്യോ, സോർദാർ, ഇത് ഉറുമ്പാണോ അതോ ആനയാണോ? എടാ ഹണി, ഇത് ആനയാണെങ്കിൽ അത് തുമ്പിക്കൈ കാണുമല്ലോ. പക്ഷെ ഇതിനെ കണ്ടിട്ട് എങ്ങനെ ഉറുമ്പാണെന്ന് പറയാ? ഇത് ചെറുതല്ലല്ലോ. എടാ മരക്കഴുതേ, ഇത് ആനയാണോ ഉറുമ്പാണോ എന്നുള്ളതല്ല ഇവിടുത്തെ ചോദ്യം. നമ്മൾക്കറിയേണ്ടത് ഈ ഉറുമ്പ് എങ്ങനെയാ ഇത്ര വലുതായതെന്ന്. അയ്യോ, പിടിക്കവനെ. ആ സണ്ണി എന്റെ ഫോർമുലയും കൊണ്ടോടുന്നേ. ഇനി ഈ ഫോർമുല XXL എന്റെ കയ്യിലാണ്. ഇത് വെച്ച് എന്റെ ഈ കൈകളെ ഞാൻ വളരെ വലുതാക്കും. പിന്നെ ആർക്ക് എന്നെ ജയിക്കാൻ കഴിയില്ല. വലിയച്ഛൻ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞങ്ങൾ ഇപ്പൊ തന്നെ അതുമായി തിരിച്ചെത്താം. ഫോർമുല എനിക്ക് തന്നേക്ക് സണ്ണി. തരണോ? ഇന്നാ പിടിച്ചോ. അടിച്ചു പൊളിച്ചു തിമിർത്തു. വേട്ടാ. എന്റെ അമ്മോ, ഈ സണ്ണിയിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണല്ലോ. എന്റെ അമ്മച്ചി, ഇനി നീ എങ്ങോട്ട് ഓടും ഹണി? സണ്ണി, ഇപ്പൊ നീയാ കഴുത. നിനക്ക് കണ്ണുകൊണ്ടൂടെ? എനിക്ക് നീ എങ്ങോട്ടാ ഓടാൻ പറ്റാ? ഇതെങ്ങനെ സംഭവിച്ചു?
നിന്റെ കൈയും എന്റെ കൈ പോലെ വലിയ കൈകളായി മാറിയല്ലോ. ഇനി നിന്റെ കാര്യം പോക്കാ സൺ. അയ്യോ, എനിക്കും മര്യാദക്ക് പറക്കാൻ പോലും പറ്റുന്നില്ല. സംശയമുണ്ടോ? എനിക്ക് ഈ വലിയ വാല് വെച്ചുകൊണ്ട് അനങ്ങാൻ പോലും കഴിയുന്നില്ല. ഒരു കാര്യം ചോദിച്ചോട്ടെ, സണ്ണി ഇതെവിടെ പോയി? ഇത് നോക്കിയൊരു മാജിക്. എന്റെ കൈ ഗൊറില്ലയുടെ കൈ പോലെയായി. എടാ നിങ്ങൾ എന്തിനാണ് ചിരിക്കുന്നത്? എന്തിനാന്ന് പറയാ. നിന്റെ കൈ 200 കിലോ ആയില്ലെങ്കിലും നിന്റെ തലയുണ്ടല്ലോ അത് 1000 കിലോയ്ക്ക് മേളിലായി. ഇല്ല, ഇതെന്താ സംഭവിച്ചത്? എന്റെ ഈ മുഖം വെച്ചോണ്ട് ഞാൻ ഇനി എങ്ങനെയാണ് പാർട്ടിയിലേക്കൊക്കെ പോവുക? ടെൻഷൻ അടിക്കണ്ട സണ്ണി. ഇനി പാർട്ടി ചെല്ലുമ്പോ ആൾക്കാർ നിന്റെ മുഖത്തോട്ട് മാത്രമേ നോക്കുള്ളൂ. സംശയമുണ്ടോ? എന്നോട് ക്ഷമിക്ക്, തെറ്റ് പറ്റിപ്പോയി. ഇനി ഞാൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല. കൂട്ടുകാരെ, നമുക്ക് എല്ലാവർക്കും ഒരേ അബദ്ധമാണ് പറ്റിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചേ മതിയാകൂ. സോർദാറെ, എനിക്ക് അക്കടി പറ്റിയിട്ടൊന്നുമില്ല. അടുത്തുള്ള കടയിൽ നിന്ന് 2 പാക്കറ്റ് ബണ്ണ് മാത്രമേ ഞാൻ പറ്റിയിട്ടുള്ളൂ. ഹണി, നീ ആ വായടച്ചത് മിണ്ടാതിരിക്കാവോ? എന്റെ അടുത്ത് അങ്ങയുടെ ഫോർമുല വലുതാക്കാനുള്ള ഒരു ഐഡിയ ഉണ്ട്. ആഹാ, സത്യമാണോ? അതെന്താ? അങ്ങയുടെ ഫോർമുല എന്റെ കയ്യിലേക്ക് ഒന്ന് തന്നേ. ആ, ഇതാ പിടിച്ചോ. ഞാൻ മാത്രം ഇനി പഴയതുപോലെ മാറും. ഈ സണ്ണി ഒരിക്കലും നന്നാവില്ല. സംശയമുണ്ടോ? പിടിക്കവനെ. സണ്ണി, യാ. ആ കുപ്പി വേഗം പിടിക്ക്. ഈ കുപ്പി ഞാൻ തന്നെ എടുക്കും. സംശയമുണ്ടോ? കൂട്ടുകാരെ, കുപ്പി എന്റെ അടുത്തുണ്ട്. എന്നോടാണോ നിന്റെ കളി? ഇപ്പൊ ശരിയാക്കി തരാം ഞാൻ. ചേട്ടാ, ഇവനൊരു ബലൂൺ കൊടുക്കൂ. അയ്യോ അയ്യോ, എന്റെ എല്ലാ ബലൂണും പൊട്ടിപ്പോയി. ചേട്ടാ, ഈ റെഡ് ബലൂണിന് എത്ര രൂപയാ? ആ ബലൂണിന് 5 രൂപയാ. അപ്പൊ പിന്നെ ഈ ഗ്രീൻ കളറിനോ? എടോ, അതിന് 5 രൂപയാ. എന്നാ പിന്നെ ഈ യെല്ലോ കളറിലുള്ളതോ? എന്റെ അമ്മോ, എല്ലാത്തിനും 5 രൂപ തന്നെയാ. സോറി, ആ ഗ്രീനിന് എത്ര രൂപയെന്നാ ചേട്ടൻ നേരത്തെ പറഞ്ഞേ? എടോ, എല്ലാ ബലൂണിനും 5 രൂപ തന്നെയാ. ഹായ് ബലൂൺ. അയ്യോ, ഓടിക്കോ. എന്റെ അമ്മേ. എന്തുവാടാ ഇത്? എന്താ ഇതൊക്കെ? കൊച്ചളിയ, കങ്കാരു സിംഹത്തിനെ പോലെ അഭിനയിക്കുകയാണ്. കൂടാതെ സിംഹവും കങ്കാരുവിനെ പോലെ അഭിനയിക്കുകയാണ്. ഈ കാർണിവല് കൊള്ളാലോ. അടിച്ചു പൊളച്ചു തിമിർത്തു. പക്ഷെ ഇതെനിക്ക് ആക്ടിംഗ് ആയിട്ട് തോന്നുന്നില്ല.